അതിനു മുൻപ് സഞ്ജു സാംസന്റെ മറ്റൊരു ക്ലാസ് ഇന്നിംഗ്സിനായുള്ള കാത്തിരിപ്പിലാണ് മലയാളികളെല്ലാം. കിവീസിനെ കീഴടക്കി ഇന്ത്യ കപ്പ് ഉയർത്തുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ. സജോ ദേവസിയും സുനിഷ എല്ലൂരും, അശ്വിൻ ത്യാഗിയും സോണൽ കൃഷ്ണയും എല്ലാം വിവിധയിടങ്ങളിൽ നിന്ന് നമ്മളോടൊപ്പം ചേരുകയാണ്. സഞ്ജു സാംസൺ ക്രിക്കറ്റ് പരിശീലിച്ച തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഗ്രൗണ്ടിൽ നിന്നാണ് സുനിഷ അയലൂർ ചേർന്നത്. സുനിഷ, കേരളം മുഴുവനും കാത്തിരിക്കുകയാണ്. ചേട്ടൻ ഷോ കാണാൻ കണ്ണു നട്ടിരിക്കുകയാണ്. ആരാധകരുണ്ടോ? ഉറപ്പായിട്ടും മാധു, അതിലൊരു സംശയവുമില്ല. വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ സഞ്ജു സാംസൺ എന്ന പേര് ഇന്ത്യൻ ക്രിക്കറ്റിന്റെ നെറുകയിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ രാജ്യത്തിന് അഭിമാനിക്കാം, കേരളത്തിന് അഭിമാനിക്കാം. അതിലപ്പുറം കുറച്ചധികം സ്വകാര്യ അഹങ്കാരം എന്ന് പറയുന്നത് തിരുവനന്തപുരംകാർക്ക് തന്നെയാണ്. ഇതാ ഈ കാണുന്ന തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഗ്രൗണ്ടിലാണ് സഞ്ജു സാംസൺ തന്റെ പരിശീലനം നടത്തിയത്, തന്റെ ക്രിക്കറ്റ് കരിയറിലേക്ക് കടന്നു വന്നത്. അങ്ങനെ നിരവധി പ്രത്യേകതകളുള്ള ഒരിടം കൂടിയാണ് ഇത് എന്നുള്ളതാണ്. ഇവിടെ വെച്ചാണ് സഞ്ജു സാംസൺ, ഇവിടെ ഒരുമിച്ച് കളിച്ചവരുണ്ട്, സഞ്ജു സാംസന്റെ കളി കാണാനായി ഇവിടെ എത്തിയ മനുഷ്യരുണ്ട്. അങ്ങനെ നിരവധി ആളുകൾ ഇപ്പോഴും ഉണ്ട്. ഇപ്പോഴും ഇതാ ഇവിടെ പരിശീലനം നടക്കുകയാണ് ഈ ഗ്രൗണ്ടിൽ. നമുക്ക് തന്നെ അറിയാം, 2013 രാജസ്ഥാൻ റോയൽസിലൂടെ ഈ അരങ്ങേറി എമർജിംഗ് പ്ലെയർ പുരസ്കാരം നേടിയ 19 വയസ്സുകാരൻ ഇന്ന് 31-ാം വയസ്സിൽ തന്റെ കരിയറിലെ ഏറ്റവും നിർണായകമായ ഒരു ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ്. സ്വാഭാവികമായും ആ ഇന്ത്യ ഇത്തരത്തിൽ ലോകകപ്പ് നേടുന്നത് കാണാനായി കാത്തിരിക്കുന്ന നിരവധി ആളുകളുണ്ട്. സ്വാഭാവികമായും തിരുവനന്തപുരത്തുകാരെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ആവേശം എത്രയായിരിക്കുമെന്ന് പറയണ്ടല്ലോ. നമ്മുടെ ചേട്ടൻ ഷോ കാണാനുള്ള കാത്തിരിപ്പാണ്. എക്സൈറ്റഡ് ആണോ? അതെ, വളരെയധികം. സഞ്ജു സാംസന്റെ കൂടെ കളിച്ച ആളുകളാണ്. അപ്പോ എന്താണ് പറയാനുള്ളത്? സഞ്ജു ഈ കളി ഏത് ഫോമിലായിരിക്കും? അദ്ദേഹം വളരെ നല്ല ഫോമിൽ കളിക്കും, വലിയ പ്രതീക്ഷയിലാണ്. അദ്ദേഹം ഒരു കൺസിസ്റ്റന്റ് ഇന്നിങ്സ് കാഴ്ചവെക്കും. അതിന്റെ ലാസ്റ്റ് 2 മാച്ച് നമ്മൾ കണ്ടതാണ്. ഇതിനു മുമ്പ് അതിന് പേഷ്യൻസ് ഇല്ലാതെ കളിച്ചുകൊണ്ടിരുന്നത്. ഫസ്റ്റ് ടൈമാണ് ഞാൻ കാണുന്നത് അടിച്ച് കൈ കൊടുക്കാതെ സിംഗിൾ റൊട്ടേറ്റ് ചെയ്ത് കളിക്കുന്നത്. അപ്പോൾ അതേ കളി ഞാൻ എന്നും കളിച്ചു കഴിഞ്ഞാൽ കപ്പ് നമുക്ക് തന്നെയാണ്. എനിക്ക് തോന്നുന്നു അന്ന് കാര്യവട്ടത്ത് കളി നടക്കുന്ന സമയത്ത് സഞ്ജുവിന് ശരിയായി കളിക്കാൻ കഴിഞ്ഞില്ല. അന്ന് വലിയ സങ്കടത്തിലായിരുന്നു ഇവിടെ ഉണ്ടായിരുന്ന എല്ലാവരും, അല്ലേ? അന്ന് അദ്ദേഹം എന്താ പറയും, അന്ന് അദ്ദേഹം എന്തൊക്കെ ആരെ കാണിക്കാൻ വേണ്ടി ചെയ്യായിരുന്നു. ഐ മീൻ, അത്രയും 50,000 കാണികൾ നാട്ടിലൂടെ ആകുമ്പോൾ ഞങ്ങൾക്ക് എന്തോ പ്രൂവ് ചെയ്യാൻ വേണ്ടിയാണ് പുള്ളിയെ കാണിക്കണമെന്നുള്ളത്. പക്ഷെ അത് കഴിഞ്ഞ് പുള്ളി എന്താ ഗോഡ്സ് പ്ലാനായി. പിന്നെ കണ്ടത് ബോഡി ലാംഗ്വേജ് നമുക്ക് അറിയായിരുന്നു. വിൻഡീസിനെതിരെ 97, ഇംഗ്ലണ്ടിനെതിരെ 89. ഇനി ഇത്തവണ എത്രയായിരിക്കും റൺ? ഒരു 50+ പ്രതീക്ഷിക്കാം. അതായിരിക്കും ക്രൂഷ്യലായിട്ട് ഞങ്ങളുടെ ആങ്കറിങ് ഇന്നിങ്സ് ആയിട്ട് വരുന്നത്. എല്ലാവരും പ്രതീക്ഷ വെച്ച് നിൽക്കുകയാണ്. അതിന്റെ ഒരു സമ്മർദ്ദം ഉണ്ടാവുമോ? ഉണ്ടാവും, അത് എല്ലാവർക്കും ഉണ്ടാവത്തുള്ളൂ. എന്നാലും അദ്ദേഹം ബെറ്ററാണ്, അദ്ദേഹം കളിക്കും. അതാണ്, ബെറ്ററായി കളിക്കുമെന്നുള്ളത് തന്നെയാണ്. എങ്ങനെയായിരിക്കും ഇന്ന് നമ്മുടെ ചേട്ടൻ? എങ്ങനെയായിരിക്കും ഇന്ന്? നല്ലൊരു കളിക്കുന്ന ഇന്ത്യക്ക് നല്ലൊരു സ്റ്റാർട്ട് കൊടുക്കാനുള്ള കഴിവ് സഞ്ജുവിന് ഉറപ്പായിട്ടും ഉണ്ട്. പവർ പ്ലേയിൽ നല്ല സ്ട്രൈക്ക് റേറ്റ് കളിക്കാമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വലിയ പ്രതീക്ഷയിലാണ്. ഒന്ന് പ്രവചിക്കുന്നുണ്ടോ റൺ എത്രയായിരിക്കും? എന്തായാലും ബാക്കിയൊക്കെ വലിയ പ്രതീക്ഷയിലാണല്ലേ? അതെ, ഭയങ്കര പ്രതീക്ഷയിലാണ്. ഇതാണ് മാധു. ഏതായാലും നമ്മൾ എല്ലാവരും പ്രതീക്ഷയിലാണ്. സഞ്ജു ക്രിക്കറ്റ് പരിശീലിച്ച സ്റ്റേഡിയത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അവിടെ ഇപ്പോഴും പരിശീലനമൊക്കെ നടക്കുന്നത്. സുനിഷ അവിടെ നിന്നുള്ള വിവരങ്ങളാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഈ ഫൈനൽ ഉറ്റു നോക്കുകയാണ്. മാത്രമല്ല, ഈ സിക്സർ വീരന്മാരിലൊക്കെ സഞ്ജു മുന്നിലാണ്. 9 സിക്സറാണ് ഇതുവരെ അടിച്ചിരിക്കുന്നത്. ഫിന്നലാണ് മുന്നിലുള്ളത്. പക്ഷെ അപ്പോഴും ഈ ബോൾസ് പെർ സിക്സർ എന്ന റേറ്റിലൊക്കെ സഞ്ജു തന്നെയാണ് മുന്നിട്ടത്. അതുകൊണ്ട് വെട്ടിക്കെട്ട് പൂരം മാത്രമാണ് ഇന്ന് പ്രതീക്ഷിക്കുന്നത്. വിവിധ ഇടങ്ങളിൽ നിന്ന് നമ്മുടെ റിപ്പോർട്ടർമാരുണ്ട്, ടീം ഇന്ത്യയുടെ ആരാധകരുണ്ട്.